അപ്പോൾ നമ്മളിന്നൊരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകും കേട്ടോ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി, കൊച്ചുള്ളി എന്ന് പറയും, പിന്നെ മുളക്, തക്കാളി, പിന്നെ ഇത്രയും ഐറ്റംസാണ് കേട്ടോ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. ഇത് പേസ്റ്റ് ആക്കിയതാണ്. ഇതിൽ മല്ലിച്ചപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, ജീരകം, പിന്നെ തക്കാളി അതൊക്കെ ഇട്ടിട്ട് അരച്ചതാട്ടോ. അങ്ങനെ നമ്മളതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ നാടൻ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത്രക്കും നല്ലത്, അത് നമ്മൾ ഒഴിച്ച് കൊടുക്കും കേട്ടോ പാകത്തിന്. അത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഈ ചെറിയ ഉള്ളി അതിലേക്ക് ഇടുക. ഒപ്പം മുളകും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ അരച്ച് വെച്ച പേസ്റ്റിലാണ് കേട്ടോ ഉള്ളത്. അപ്പം ഞാനിത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്, കാരണം ഇതൊന്ന് മൂത്ത് വരണം. മൂത്ത് വന്നാലേ നമുക്ക് അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ അതിൽ കുറച്ച് ആവശ്യത്തിന് ഉള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്, ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും. അത് കഴിഞ്ഞിട്ട് അതൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നല്ല ഫ്രഷ് വേപ്പിൻ്റെ ഉണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച്. അതൊക്കെ നമ്മൾ ആവശ്യാനുസരണം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ അതും ഒന്ന് ചൂടായതിന് ശേഷം നമ്മുടെ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ അരിഞ്ഞ് വെച്ച തക്കാളി നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ നന്നായിട്ട് ഇളക്കട്ടോ. അപ്പോൾ ഈ തക്കാളി ഒന്ന് വെന്ത് കിട്ടാനുണ്ട് നമുക്ക്. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ നമ്മൾ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തീ കുറച്ച് വെക്കാം. അപ്പോൾ നമ്മളിവിടെ ഫ്രഷ് ചിക്കനാട്ടോ കാണുന്നത്. നല്ല അടിപൊളി വെളുത്ത് തുടുത്ത് നമ്മളതെല്ലാം കഴുകി വൃത്തിയാക്കി ചിക്കനാട്ടോ. അപ്പോൾ നമ്മളിവിടെ ഏകദേശം ഇത് വെന്തിട്ടുണ്ട്. നമ്മുടെ കുക്കറിൽ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മസാല. അങ്ങനെ ആ മസാലയോട്ട് നമ്മൾ ഇനി ഈ ചിക്കൻ ആഡ് ചെയ്യാൻ പോകും കേട്ടോ. ഇതിക്ക് നമ്മൾ മസാലപ്പൊടികളൊന്നും ചേർത്തിട്ടില്ല. നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടാവും. എൻ്റെ താത്താൻ്റെ കുട്ടിയാട്ടോ എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് തെറ്റൊക്കെ ഉണ്ടാവും. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ വീഡിയോ എടുത്ത് ചെയ്യണത്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പറഞ്ഞാൽ എന്നിട്ട് നമ്മളത് കഴിഞ്ഞതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ അരച്ച് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ അരച്ച് വെച്ചാൽ എന്താണ് ഗുണം എന്ന് വെച്ചാൽ നല്ലൊരു ടേസ്റ്റ് ആയിക്കാറ് കേട്ടോ. ഞാൻ എന്നിട്ട് ഇത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ പേസ്റ്റ് നല്ലൊരു സ്മെല്ലും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും കേട്ടോ ഇങ്ങനെ അരച്ച് വെച്ചിട്ട് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അങ്ങനെ നമ്മൾ അതിൽ ഏകദേശം നമ്മളതൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല തുടച്ച് ഞാൻ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള മസാല ആയതുകൊണ്ട് നമുക്കതൊന്നും വേസ്റ്റാക്കാൻ താല്പര്യമില്ല. അങ്ങനെ എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മളതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ കയ്യിലെടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കുക എന്ന് കാരണം മസാല ഈ ഒരു പേസ്റ്റ് നമ്മുടെ ഇറച്ചിയിലൊക്കെ പിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അതിനിടയ്ക്ക് അവനിങ്ങനെ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ആക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഏതായാലും ഇനി നമുക്കിതിലേക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ മസാലപ്പൊടികളാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കണത്. ഒരു 2 ടീസ്പൂണോളം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മുളകും പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കാശ്മീരി മുളകും പൊടിയാണ്, നമ്മൾ സാധാ അല്ല. അതാകുമ്പോൾ കുട്ടികൾക്കൊക്കെ എരിവിനൊക്കെ ഒരു പാകമായിരിക്കുമല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിവിടെ ഫ്രഷ് ആയിട്ടുള്ള നമ്മളിവിടെ നിന്ന് തന്നെ ഉണ്ടാക്കിയതാട്ടോ മല്ലിപ്പൊടി. അങ്ങനെ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ലേശം ഇട്ടാൽ മതിയാവും, കാരണം നല്ല കളറായിരിക്കും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇടുക. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റാണ്. പിന്നെ കുരുമുളക് പൊടി. അങ്ങനെ നമ്മൾ അതെല്ലാം മസാല ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടോ. അങ്ങനെ ഇപ്പം ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ചിക്കന് ഒരു ചെറിയൊരു വേവൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മളതിന് പ്രിപ്പയർ ചെയ്യാൻ. അങ്ങനെ നമുക്ക് ഇതിലേക്ക് ലേശം വെള്ളം ആവശ്യമുണ്ട്, കാരണം ഇത് അടി പിടിക്കും. അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയ കുഞ്ഞി ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് ഈ കുക്കർ മൂടി വെക്കുന്ന സമയത്ത് ചിലപ്പോൾ എയർ കുടുങ്ങിയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിസിലിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ കരിഞ്ഞു പോകും. അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ കുറച്ചൊരു വെള്ളത്തിൽ വെക്കുന്നതാവും നല്ലത് കേട്ടോ. ഓവറായിട്ട് ഒഴിക്കാൻ നിൽക്കരുത്. അങ്ങനെ ആവശ്യത്തിന് ഉപ്പ് ഇടുക. കുറച്ചും കൂടി ഉപ്പ് എനിക്ക് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് ഇനി അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വെന്തിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഒരു 3-4 വിസിൽ ഞാൻ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ഈ 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കുക്കർ തുറക്കുന്ന രംഗമായിട്ട് നിങ്ങൾ ഈ കാണുന്നത്. തുറന്ന് നോക്കുന്ന അവസ്ഥ എന്ന് വെച്ചാൽ ഇങ്ങനെയായിരുന്നു. ഇപ്പോൾ നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു തുറന്നപ്പോൾ. അപ്പോൾ ഞാൻ ഇതിലേക്ക് പിന്നെ എന്താ പറയുക ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിൽ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ നോക്കൂ ഗൈസ്, നല്ല അടിപൊളി ചിക്കൻ കറി കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എല്ലാവരും ചെയ്യുന്നുണ്ടാവും, പക്ഷെ ഞാൻ ഇതിലേക്ക് വലിയ ആഡ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ.